പുതിയ സ്കീം 2025 നമ്മളുടെ എൻജിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് എൻട്രൻസ് കമ്മീഷൻ നടത്തുന്നത് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളിടയ്ക്ക് വെബ്സൈറ്റ് നോക്കണം. എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ്, അതായത് സിയുടെ വെബ്സൈറ്റ്. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു സ്പോട്ടിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു, നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ഇനി നിങ്ങൾ നേരിട്ട് തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. ചിലപ്പോൾ ചില കോളേജസ് ഒരു ഡേറ്റൊക്കെ സ്പോട്ടിൽ വെക്കും, അല്ലെങ്കിൽ അവരങ്ങനെ ചെല്ലുന്നവർക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കുമായിരിക്കും ചെയ്യണം. കാരണം അവരുടെ സീറ്റ് ഫില്ലാവണ്ടേ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അതത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ചില കോളേജസ് ആണെങ്കിൽ ഇപ്പോൾ പേപ്പറിലൊക്കെ അവരുടെ സ്പോട്ട് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇടും. ചിലവരങ്ങനെ ഒന്നും ഇടാറില്ല. അവർ ചെല്ലുന്ന കുട്ടികൾക്ക് ആ ഒരു അഡ്മിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ്, അത് നമുക്കറിയാം IHRDയുടെ കീഴിൽ KPൻ്റെ, അതായത് നമ്മൾ മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും ഉള്ള കോളേജുകളെന്ന് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറയുവാണ്. അങ്ങനെയുള്ള കോളേജുകൾ, മോഡലൊക്കെ പോലുള്ള അല്ലെങ്കിൽ SCT പോലുള്ള കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതത് കോളേജിൻ്റെ വെബ്സൈറ്റാണ് നോക്കേണ്ടത്. അതായത് ഇതിപ്പോൾ IHRDയുടെ കോളേജുകൾ ഒരുമിച്ചൊരു സ്പോട്ട്, അല്ലെങ്കിൽ KPൻ്റെ അണ്ടറിലുള്ള കോളേജുകൾ ഒരുമിച്ചൊരു സ്പോട്ട്, ആ രീതിയിലല്ലായിരിക്കും നടത്തുന്നത്. മോഡലിലെ സ്പോട്ട് നടത്തുന്നത് മോഡലിലായിരിക്കും, ചേർത്തലയുടെ സ്പോട്ട് നടത്തുന്നത് ചേർത്തലയിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ SCT KSRTയുടെ കീഴിലുള്ള എൻജിനീയറിംഗ് കോളേജാണ്. അപ്പോൾ അവിടുത്തെ സ്പോട്ട് നടത്തുന്നത് അവരുടെ അണ്ടറിലായിരിക്കും. അതുപോലെ തന്നെ LBSൻ്റെ കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻ, LBSൻ്റെ 2 കോളേജ് ഉണ്ടെങ്കിലും 2 ഒരുമിച്ചല്ല സ്പോട്ട് നടത്തുന്നത്, സെപ്പറേറ്റ്. അതത് കോളേജിലെ സീറ്റ് ഫില്ല് ചെയ്യുന്നത് അതത് കോളേജിലെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള കോളേജുകളുടെ വെബ്സൈറ്റുകൾ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷനൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ടിടും, ഞാൻ പറ്റണ പോലെയൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ വെബ്സൈറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാവും ഗൂഗിൾ ഫോമിൻ്റെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സ്പോട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് അങ്ങനെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരിട്ട് ചെന്നിട്ടും അവിടെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു പക്ഷേ ഒരു 100ഓളം പേര് സ്പോട്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് ഈ സ്പോട്ട് വരുമ്പോൾ ചിലപ്പോൾ മിക്ക കോളേജുകളിലും ഒരു ഡേറ്റൊക്കെ വരും. അപ്പോൾ നമുക്ക് ഈ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ചിലപ്പോൾ ആ കോളേജിൽ ചെല്ലാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവും. എന്നിട്ട് ആ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വന്നേക്കുന്ന കുട്ടികളിൽ നിന്ന് റാങ്ക് അനുസരിച്ചിട്ടായിരിക്കും, കീമിൻ്റെ റാങ്ക് അനുസരിച്ചിട്ടായിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. സാധാരണ ഈ സ്പോട്ടിൽ എല്ലാവർക്കും പങ്കെടുക്കാം. എവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിലും, അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണെങ്കിലും, അഡ്മിഷൻ ക്യാൻസലായി പോയവരാണെങ്കിലും എല്ലാം തന്നെ ഇനിയുള്ള സ്പോട്ടുകളിൽ, അത് ഗവൺമെൻറ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും ഗവൺമെൻറ് കൺട്രോൾ ആണെങ്കിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ആണെങ്കിലും, അവരങ്ങനെ സ്പോട്ട് നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പ്രൈവറ്റ് കോളേജിലാണ് അഡ്മിഷൻ എടുത്തേക്കണമെങ്കിൽ നമ്മളുടെ അടുത്ത് NOC ചോദിക്കും. നമ്മൾ ആദ്യം തുടങ്ങിയത് പറയാനാണ്, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള കാര്യം. ഗവൺമെൻറ് കോളേജുകളും അതുപോലെ തന്നെ ചില ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തേക്കുന്ന കുട്ടികൾക്ക് NOC ചോദിക്കും. മനസ്സിലായി? എല്ലാ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും അങ്ങനെ ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചില ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ചോദിക്കും. കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവർക്ക് വിട്ടുതരുന്നതിന് ഒബ്ജക്ഷനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമാണ് നമുക്ക് സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് കോളേജുകൾ എല്ലാവരും തന്നെ ആ NOC തരണം എന്ന് നിർബന്ധമില്ല. ചിലവർ തരുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോരാന്നുള്ളതാണ്. പക്ഷേ നമുക്കിവിടെ സ്പോട്ടിൽ അഡ്മിഷൻ ഷുവർ ആവല്ല അല്ലോ, അത് ഇപ്പോൾ നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് കിട്ടുമോ ഇല്ലയെന്ന് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോന്നാൽ പിന്നെ അവർ തിരിച്ച് ചെല്ലുമ്പോൾ അഡ്മിഷൻ എടുക്കണം എന്ന് നിർബന്ധമില്ല. അത് അഡ്മിഷൻ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയ അതിനർത്ഥം നമ്മൾ അഡ്മിഷൻ ക്യാൻസലാക്കി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അഡ്മിഷൻ എടുത്തേക്കണവർ ഇപ്പോഴേ NOC ഒക്കെ വാങ്ങിച്ച് വച്ചേക്കുക. ഓക്കെ, ഇനി സ്പോട്ടിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എൻട്രൻസ് കമ്മീഷൻ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ ഏതെങ്കിലും മിക്കവർക്ക് EWS പോലുള്ള കാര്യങ്ങളാണ് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ സാധാരണ ക്ലെയിം ചെയ്യാൻ സമ്മതിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവർ ആ ഒരു സർട്ടിഫിക്കറ്റും കൂടി എടുത്തേക്കുക. അപ്പോൾ സ്പോട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കോപ്പീസ്, ഇപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഓൾറെഡി കോളേജുകൾ വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ലേ, അതുപോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഫീസുമായിട്ടാണ് നിങ്ങൾ സ്പോട്ടിൽ ചെല്ലേണ്ടത്.
ഇൻ കേസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ ഇതുപോലെ NOC, അതിപ്പോൾ പ്രൈവറ്റ് കോളേജുകൾ മാത്രമാണ് NOC തരാൻ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് കോളേജിലാണ് അഡ്മിഷൻ എടുത്തേക്കണത്, വേറൊരു ഗവൺമെൻറ് കോളേജിലേക്ക് നിങ്ങൾ സ്പോട്ടിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ അവിടെ NOCയുടെ ആവശ്യമില്ല. അത് അവിടെ അഡ്മിഷൻ ഇത് കാണിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കോളേജ് വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കി അത് കൊണ്ടുപോയാൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സ്പോട്ടിന് പോകുന്നവർക്കും സാധാരണഗതിയിൽ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരാറില്ല. ആകെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരേണ്ടത് പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് ഈ പറയുന്ന ഏതെങ്കിലും കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്നു എന്നുണ്ടെങ്കിലാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുവാണ്, സ്പോട്ട് വരുമ്പോൾ അതത് കോളേജുകൾ ഇൻസ്ട്രക്ഷൻ ഇടും ആർക്കൊക്കെ NOC വേണം, ആർക്കൊക്കെ NOC വേണ്ട, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്. വേറെ സർട്ടിഫിക്കറ്റുകളുള്ളവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അവർക്ക് സ്പോട്ടിൽ പങ്കെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് കോളേജിൽ എവിടെ വേണമെങ്കിലും സ്പോട്ടിൽ പങ്കെടുക്കാം, അത് കുഴപ്പമില്ല. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ചില കോളേജുകൾ NOC ചോദിക്കും ചില സ്ഥലത്ത് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത്, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തേക്കണ കുട്ടികളുടെ അടുത്ത് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ റിസർവേഷനൊന്നും ആദ്യം ക്ലെയിം ചെയ്യാത്തവർക്ക് ഇപ്പോൾ റിസർവേഷൻ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ ആ ഒരു സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ ജസ്റ്റ് പറയാം, ഞങ്ങളിത് ആ സ്കീമിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ള കാര്യം അത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ട് അതനുസരിച്ചിട്ട് സ്പോട്ടിൽ പങ്കെടുക്കാം. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു പ്രൈവറ്റ് കോളേജിൻ്റെ സ്പോട്ട് പറഞ്ഞു, അതുപോലെ തന്നെ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സ്പോട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലുള്ള സ്പോട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അത് DT ആണ് നടത്തിയത്. DT തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണ് നടത്തിയത്. പക്ഷേ അതിനോടനുബന്ധിച്ചിട്ട് ഈ വർഷം അവർ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അത് പറയണത് വേറൊന്നുമല്ല, നമ്മുടെ ഈ അധ്യയന വർഷത്തെ BTech BR കോഴ്സുകളുടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു 12/8/2025 ഇട്ടേക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അതിൽ പറയുന്നത് 2025-26 അധ്യയന വർഷത്തെ BTech BR കോഴ്സുകളുടെ സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ 14/8/2025 തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് റദ്ദ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് അനുസരിച്ചിട്ട് ഇതിപ്പോൾ ഈ DTയുടെ വെബ്സൈറ്റിൽ 12/8/2025 വന്നേക്കുന്ന നോട്ടിഫിക്കേഷനായിരുന്നു. അതനുസരിച്ചിട്ട് ഈ സെൻട്രലൈസ്ഡ് സ്പോട്ട് 14-ാം തീയതി നടത്തുന്നൊരു തീരുമാനം അവർ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനം എന്തായാലും ഇപ്പോൾ ഇല്ല. 14-ാം തീയതി ഒന്നും സ്പോട്ടും കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ തൃശ്ശൂർ വെച്ചിട്ടായിരിക്കും സ്പോട്ട് നടത്തുക. എന്തായാലും ഫസ്റ്റ് സ്പോട്ട് ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ട് എന്നുള്ള രീതിയിലായിരിക്കും നടത്തുക. കാരണം എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെയും വേക്കൻസി സീറ്റുകൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ നിങ്ങൾ തൃശ്ശൂർ അവിടെ വെച്ച് നടത്തണമെങ്കിൽ തൃശ്ശൂർ നേരിട്ട് ചെല്ലുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് കീമിൻ്റെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകളും ആവശ്യമുള്ള ഇതുമൊക്കെ അവിടെ ഇത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് തൃശ്ശൂരിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ DTയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലോ വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ നോക്കണം. എന്തെങ്കിലും രജിസ്ട്രേഷൻ കാര്യങ്ങളോ ഓപ്ഷൻസ് ഫില്ല് ചെയ്യാൻ പറയുകയോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. എന്തായാലും സെൻട്രലൈസ്ഡ് സ്പോട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ എൻട്രൻസ് കമ്മീഷനും DTയും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ വെബ്സൈറ്റും പബ്ലിഷ് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ ഇപ്പോൾ ആദ്യത്തെ സ്പോട്ടായിരിക്കും ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ടായിട്ട് നടത്തുക. ബാക്കി വരുന്ന ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ സീറ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒക്കെ നടത്തണ പോലെ അതത് കോളേജായിരിക്കും നടത്തുക. അപ്പോൾ CETയുടെ സീറ്റ് ഫില്ല് ചെയ്യുന്നത് CET ആയിരിക്കും, തൃശ്ശൂരിൻ്റെ സീറ്റ് ഫില്ല് ചെയ്യുന്നത് തൃശ്ശൂരായിരിക്കും, അതുപോലെ തന്നെ RITയുടെ സീറ്റ് ഫില്ല് ചെയ്യുന്നത് RIT ആയിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും സെക്കൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുന്നത്. മനസ്സിലായോ? ആദ്യത്തേത് സെൻട്രലൈസ്ഡ് സ്പോട്ടായിട്ട് നടത്തിയാലും സെക്കൻഡ് വരുന്നത് അതത് കോളേജുകളായിരിക്കും. അങ്ങനെയാണ് സാധാരണ നടക്കാറ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുവാണ്, എല്ലാ ഇൻഫർമേഷൻസും അവരുടെ വെബ്സൈറ്റുകളിലുണ്ടാവും. നിങ്ങൾ വെബ്സൈറ്റുകൾ റെഗുലറായിട്ട് ഇപ്പോൾ രാവിലെ ചെക്ക് ചെയ്താണെങ്കിലും വൈകിട്ട് ഒന്നും കൂടി നോക്കാം. മിക്കപ്പോഴും വെബ്സൈറ്റുകൾ ചിലവരൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈവനിങ് അല്ലെങ്കിൽ 7 മണിയൊക്കെ ആവുന്ന സമയത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാവിലെ വെബ്സൈറ്റ് നോക്കിയാലും ഈവനിങ്ങും നോക്കുക. കാരണം നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്കുള്ളൊരു ചാൻസ് ഇനി മിസ്സായി പോകരുത്. കാരണം ഇത്ര നാൾ ഒറ്റ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അറിയാൻ പറ്റിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൻ്റെ വെബ്സൈറ്റുകളും DTയുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റുകളും നിങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.